ഡബിള്. ഒരേ സമയം ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. ഒരേ സമയം 4 ദിക്കിൽ വരെ കണ്ടിട്ടുണ്ടത്രേ. നമ്മളൊക്കെ ഏറെ ആസ്വദിച്ച നന്ദനം സിനിമയിൽ ഹാസ്യത്തിൻ്റെ ചക്രവർത്തിമാരായ ഇന്നസെൻറ്റും ജഗതിയുമൊക്കെ കൂടെ ചേർന്ന് അഭിനയിച്ച ആ ഒരു രംഗത്തിലെ ഒരു ഡയലോഗാണിത്. ഇത് വളരെ രസകരമാണ്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല എന്നും നമുക്ക് ബോധ്യമുണ്ട്. അതായത് ഒരു സമയത്ത് ഒരാളെ 2 ദിക്കിൽ കാണാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെയങ്ങ് പൂർണ്ണമായി പറഞ്ഞൊഴിയാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ആധുനിക ശാസ്ത്രം പറയുന്നു, ആധുനിക ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം മുമ്പുള്ള ഫിസിക്സ് പറയുന്നു, ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നു, ഒരു വസ്തുവിന് ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന്. അത്ഭുതം തോന്നുന്നു. ഇയാളെന്തോ ഭ്രാന്ത് പറയുകയാണ് എന്ന് തോന്നുന്നു. അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ വിചിത്രമായ ഭ്രമാത്മകമായ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആ ലോകത്തേക്ക് ഒന്ന് പോയി വന്നാലോ? നമസ്കാരം പ്രിയപ്പെട്ടവരെ, സയൻസ് കോർണറിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് പതിവ് പോലെ വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതാണ്ടൊരു 16-17 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകം മുഴുവനും, പ്രത്യേകിച്ച് യൂറോപ്പിലും ശാസ്ത്രരംഗത്ത്, ശാസ്ത്രമേഖലയിൽ വലിയ വലിയ വിജ്ഞാന വിസ്ഫോടനങ്ങൾ ഉണ്ടായത്. ഗലീലിയോ ടെലസ്കോപ്പ് നിർമ്മിച്ച് പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് മിഴി തുറന്നതും, ഐസക് ന്യൂട്ടൻ പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുടുകൾ അഴിച്ചുകൊണ്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചതും, അങ്ങനെ മഹാവിപ്ലവങ്ങളാണ് ആ കാലഘട്ടങ്ങൾക്ക് ശേഷം, ആ കാലഘട്ടങ്ങളിലും അതിന് ശേഷവും ഉണ്ടായത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായിരുന്നു ഈ പ്രകാശം എന്ന് പറയുന്ന സാധനം എന്താണ് എന്നത്. പ്രകാശം നമുക്കെല്ലാം പരിചയമുള്ളതാണ്. പ്രകാശമുള്ളത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്, പ്രകാശമുള്ളത് കൊണ്ടാണ് നാം കാണുന്നത്. എന്നാൽ എന്താണ് ഈ പ്രകാശം എന്നത് വലിയ ഒരു കീറാമുട്ടിയായിരുന്നു. കാരണം ഈ പ്രകാശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യും. 2 സുതാര്യ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിൻ്റെ പാത മാറി വളഞ്ഞ് സഞ്ചരിക്കും. അതായത് റിഫ്രാക്ഷൻ എന്ന് പറയും. അത് ഇൻ്റർഫറൻസ് പാറ്റേണുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പ്രകാശത്തിനുണ്ട്. അങ്ങനെ ഈ പ്രകാശത്തിൻ്റെ പിന്നാലെ ശാസ്ത്രലോകം ഒരുപാട് ഓടിപ്പാഞ്ഞ് നടന്നതാണ്. ന്യൂട്ടൺ പറഞ്ഞു, പ്രകാശം എന്ന് പറയുന്നത് കണികകളായിട്ടാണ് സഞ്ചരിക്കുന്നത്, അവ കണങ്ങളാണ്, പാർട്ടിക്കിൾസാണ്. എന്നാൽ ഈ പാർട്ടിക്കിൾ തിയറി അഥവാ കോർപ്പസ്കുലർ തിയറി, കോർപ്പസിൽസ് എന്ന് പറഞ്ഞാൽ കണങ്ങൾ, അതുകൊണ്ട് പ്രകാശത്തിൻ്റെ 1-2 പ്രത്യേകതകൾ മാത്രമേ വിശദീകരിക്കാൻ സാധിച്ചുള്ളൂ. ന്യൂട്ടൻ്റെ പിൻഗാമിയായി ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ക്രിസ്റ്റ്യൻ ഹൈജൻസ് പറഞ്ഞത് ഈ പ്രകാശം എന്ന് പറയുന്നത് കണങ്ങളല്ല, അവ തരംഗങ്ങളാണ്, വേവ്സാണ് എന്ന്. അങ്ങനെ ആ പ്രകാശത്തിൻ്റെ വേവ് തിയറി കൊണ്ട് പ്രകാശത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ വിശദീകരിക്കാൻ സാധിച്ചു. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് പ്രകാശത്തിന്. അന്ന് ഏകദേശം നിലവിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ഈ വേവ് തിയറി കൊണ്ട് സാധിച്ചു. പക്ഷേ ഈ വേവ് തിയറിക്ക് ഒരു പോരായ്മയുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേവിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പോൾ സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമൊക്കെ പ്രകാശം ഇവിടെ എത്തുന്നത് ഏതോ ഒരു മാധ്യമത്തിൽ കൂടെ സഞ്ചരിച്ചായിരിക്കുമല്ലോ എന്ന ആ ഒരു ചിന്തയിൽ നിന്ന് ഈതർ എന്ന ഒരു സാങ്കല്പിക മാധ്യമം ഉണ്ടാകാം. അങ്ങനെ ആ ഈതറിനെ കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും സക്സസ് ആയിട്ടില്ല. പിന്നീട് ഏകദേശം ആ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എത്തിയതോടുകൂടി ക്ലാർക്ക് മാക്സ്വെല്ല് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അവതരിപ്പിച്ചു. അങ്ങനെ ഈ പ്രകാശം സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലറായി പോകുന്ന ഒരു രീതിയാണത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല. അതിനെന്നാൽ ഒരു വേവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് വന്നതോടുകൂടിയാണ് ഈ ഈതർ എന്ന കീറാമുട്ടിയെ ശാസ്ത്രലോകം കൈവിട്ടത്. പക്ഷേ അപ്പോഴും ചില പ്രത്യേകതകൾ വിശദീകരിക്കാനാവാതെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ്
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത. ചില പ്രത്യേക മെറ്റലുകളിൽ, ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. അവയെ ഒരു വയറിൽ കൂടെ കടത്തിവിട്ടാൽ അവിടെ ഒരു ഇലക്ട്രിക് പ്രവാഹമുണ്ടാകും. പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആ ഇലക്ട്രിക് പ്രവാഹവും കൂടും, കുറയുമ്പോൾ അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഏകദേശം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്വാണ്ടം തിയറി മാക്സ് പ്ലാങ്ക് അവതരിപ്പിക്കുന്നത്. അതായത് പ്രകാശം സഞ്ചരിക്കുന്നത് വേവ്സായിട്ടല്ല, ക്വാണ്ടങ്ങളായിട്ടാണ്, പാക്കറ്റുകളായിട്ടാണ്. എനർജി, പ്രകാശം എന്ന് പറയുന്ന എനർജിയാണ്, അത് കണ്ടിന്യൂസ് അല്ല, ക്വാണ്ടമായിട്ട് എനർജി പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ ക്വാണ്ടം എന്ന് പറയുന്ന സാധനത്തിന് അതിന് ഒരേ സമയം വേവിൻ്റെയും കണത്തിൻ്റെയും കോർപ്പസിൽസിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും നേച്ചറുണ്ട് എന്നാണ്. അതായത് ന്യൂട്ടൺ പറഞ്ഞു പാർട്ടിക്കിളാണെന്ന്, ക്രിസ്റ്റ്യൻ ഹൈജൻസ് പറഞ്ഞു വേവ് ആണെന്ന്. എന്നാൽ മാക്സ് പ്ലാങ്ക് പറഞ്ഞത് ക്വാണ്ടം തിയറി പ്രകാരം പ്രകാശം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഇപ്പോൾ അത് ഒരേ സമയം വേവുമാണ്, ഒരേ സമയം പാർട്ടിക്കിളുമാണ്. നമ്മുടെ കോമൺ സെൻസിന്, നമ്മുടെ സാധാരണ ലോജിക്കിന് ഇത് ദഹിക്കുന്നതല്ല. ഇതിന് മുൻപ് ഏതാണ്ട് 1805 1810 കാലഘട്ടത്തിൽ തോമസ് യങ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഈ പ്രകാശത്തിൻ്റെ വേവ് തിയറി നല്ല കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു. അത് ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായ എക്സ്പെരിമെൻ്റാണത്. ഒരു ബോർഡിൽ 2 സ്ലിറ്റ്, 2 ദ്വാരങ്ങൾ, നീളത്തിലുള്ള 2 ദ്വാരങ്ങളിട്ട് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, അത് ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ആ ലൈറ്റ് അതിൻ്റെ അകത്തൂടെ കടത്തിവിടുമ്പോൾ അത് ഇൻ്റർഫറൻസ് പാറ്റേണുകൾ ഉണ്ടാക്കുന്നു. അത് ഇൻ്റർഫറൻസ് പാറ്റേണുകൾ എന്ന് പറഞ്ഞാൽ അതൊരു വേവിന് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു തരംഗത്തിന് മാത്രമേ അത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വേവ് തിയറി അസന്നിഗ്ധമായി പ്രൂവ് ചെയ്ത യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത് വളരെ വിഖ്യാതമാണ്. മാത്രവുമല്ല, ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഈ ശാസ്ത്രലോകത്തുണ്ടാക്കിയതുപോലെയുള്ള കോലാഹലങ്ങളും വിപ്ലവങ്ങളും ശാസ്ത്ര ചരിത്രത്തിൽ മറ്റൊരു പരീക്ഷണവും ഉണ്ടാക്കിയിട്ടില്ല. അത്ര വലിയ വിപ്ലവങ്ങളിലേക്കും വിവാദങ്ങളിലേക്കുമാണ് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് വഴി തുറന്നത്. ക്വാണ്ടം തിയറി വന്ന് ന്യൂട്ടനെയൊക്കെ കൈവിട്ട്, ന്യൂട്ടൺ പറയുന്നത് പോലെയുമല്ല, ഹൈജൻസ് പറയുന്നത് പോലെയല്ല, അതുവരെ നിലനിന്നിരുന്ന ക്ലാസിക്കൽ സങ്കല്പങ്ങളെ മുഴുവൻ പിഴുതെറിഞ്ഞുകൊണ്ട് ഐൻസ്റ്റീനും ഷ്രോഡിഞ്ചറും ഡീബ്രോഗ്ലിയും എല്ലാം അങ്ങോട്ട് രംഗത്ത് വന്നപ്പോഴേക്ക് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഈ ശാസ്ത്രലോകം ഇളക്കി മറിയുകയാണ്. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിനെ ശാസ്ത്ര ചരിത്രത്തിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാം. മാക്സ് പ്ലാങ്ക്, ഇർവിൻ ഷ്രോഡിഞ്ചർ, വെർണർ ഹൈസൻബർഗ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഡീബ്രോഗ്ലി, പോൾ ഡിറാക്ക്, ഇങ്ങനെയുള്ള അതികായന്മാർ നിറഞ്ഞു കളിച്ചിരുന്ന സമയമാണ്. ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ, ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ തമ്മിലുള്ള യോജിപ്പുകൾ, ചർച്ചകൾ, അങ്ങനെ സമ്പന്നമായ ഒരു കാലമായിരുന്നു ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും വിഖ്യാതമായ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഇലക്ട്രോണുകളെ വെച്ച് നടത്തിയത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതുണ്ടല്ലോ, ശാസ്ത്രലോകം അന്തം വിട്ടുപോയ റിസൾട്ടാണ് അതിൽ നിന്നുണ്ടായത്. ഇന്നും ഈ നിമിഷം വരെയും അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായി വിശദീകരിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതെന്താണ് ആ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ആ എക്സ്പെരിമെൻ്റ്, അതിൻ്റെ റിസൾട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരാൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പാർട്ടിക്കിളിന് ഒരേ സമയം 2 പൊസിഷനിൽ നിൽക്കാൻ കഴിയും, 2 എനർജി ലെവലിൽ നിൽക്കാൻ കഴിയും, 2 സ്പിന്നിൽ, ഒന്ന് വലത്തോട്ട് തിരിയുകയാണെങ്കിൽ മറ്റേത് ഇടത്തോട്ട് തിരിഞ്ഞ് നിൽക്കാൻ കഴിയും, ഒരേ സമയം ചെയ്യാൻ കഴിയും എന്നാണ്. ഇനി നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ പറഞ്ഞതുപോലെ ഏറ്റവും ലളിതമായി ആർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് കഷ്ണം, 2 നീളത്തിൽ 2 സ്ലിറ്റുകളിട്ട, ഒരു ബ്ലേഡ് കൊണ്ട് വരഞ്ഞ 2 സ്ലിറ്റുകളിട്ട ഒരു കാർഡ്ബോർഡ് കഷ്ണവും, അത്യാവശ്യം ഇരുട്ടുള്ളൊരു മുറിയും, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സും. മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. വെള്ള ലൈറ്റ് ആവരുത്,
വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ നിറങ്ങളുടെയും മിക്സ്ചറായിരിക്കും. എല്ലാ വേവ് ലെങ്തും അതിൻ്റെ അകത്തുണ്ടാകും. ഒറ്റ വേവ് ലെങ്ത് മാത്രമുള്ള ചുവപ്പ്, പച്ച, നീല അങ്ങനെ ഏതെങ്കിലും ഒറ്റ വേവ് ലെങ്തുള്ള ഒരു കളറിലുള്ള ലൈറ്റ് സോഴ്സും ഇത്ര മാത്രം മതി. പക്ഷേ ഈ ഒരു എക്സ്പെരിമെൻ്റ് ശാസ്ത്രത്തെ സ്വാധീനിച്ചതുപോലെ, ശാസ്ത്രലോകത്തെ സ്വാധീനിച്ചതുപോലെ, ശാസ്ത്രജ്ഞന്മാരെ വട്ടം കറക്കിയതുപോലെ മറ്റൊരു പരീക്ഷണവും ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. എങ്ങനെയാണതൊന്ന് നോക്കാം നമുക്ക്. ഇതാ ഇങ്ങനെ ഡബിൾ സ്ലിറ്റുള്ള ഒരു കഷ്ണം, അതിനെ നമുക്ക് ക്രോസ് സെക്ഷനായിട്ട് എടുത്താൽ എങ്ങനെ വരും? ഇതാ ഇങ്ങനെ ഇതാണ് സ്ലിറ്റെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയല്ലേ? ഇതാ ഇങ്ങനെ വരും. ഇവിടെ ഒരു സ്ലിറ്റ്, ഇവിടെ വേറൊരു സ്ലിറ്റ്. ഈ രണ്ട് സ്ലിറ്റ് ഇങ്ങനെ വരുമ്പോൾ രണ്ട് സ്ലിറ്റ് ഇങ്ങനെ കാണാൻ കഴിയും. ഇതിലേക്ക് നമ്മൾ പ്രകാശം ഇവിടെ നിന്ന് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അടിക്കുന്നു. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ വേവ്സാണിത്. ആ ലൈറ്റിൻ്റെ വേവ് തിയറി അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്ന വേവ്സാണ്. അപ്പോൾ വേവ്സ് ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്വാരത്തിൽ കൂടെ ഒരു ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ ആ ദ്വാരത്തിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിരിക്കുകയാണ്. ആ സ്ക്രീനിൽ എങ്ങനെയായിരിക്കും? നാം ഓടിൻ്റെയൊക്കെ ഇടയിലൂടെ പ്രകാശം വന്നു കഴിഞ്ഞാൽ അത് താഴെ വീഴുമല്ലോ, ഒരു വൃത്തത്തിൽ വീഴില്ലേ? അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ രണ്ട് വൃത്തമാവണം ഉണ്ടാകേണ്ടത് സാധാരണഗതിയിൽ. പക്ഷേ ഇതിൻ്റെ വേവ് നേച്ചർ കാരണം അങ്ങനെയല്ല ഉണ്ടാകുന്നത്. ഈ ലൈറ്റ് ഇവിടെ വന്ന് തട്ടിക്കഴിയുമ്പോൾ ഈ ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ലൈറ്റ് സോഴ്സായിട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ പോകും. അതേപോലെ തന്നെ ഇവിടെ നിന്നും ഇതും വേറൊരു ലൈറ്റ് സോഴ്സായിട്ട് മാറും. ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ലൈറ്റ് സോഴ്സ്, ഈ രണ്ട് സ്ലിറ്റും ഓരോ ലൈറ്റ് സോഴ്സായിട്ട് മാറുമ്പോൾ ഇവിടെ രണ്ട് വേവ് പാറ്റേൺ, രണ്ട് വേവ് തരംഗങ്ങൾ ഇവിടെ നിന്ന് പോകും. ആ തരംഗങ്ങൾ പരസ്പരം ഇൻ്റർഫിയർ ചെയ്യും. കണ്ടില്ലേ? പരസ്പരം കോർത്ത് പരസ്പരം ഇൻ്റർഫിയർ ചെയ്യും. ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഫൈനലി ഈ സ്ക്രീനിൽ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഈ രീതിയിൽ ഈ സ്ലിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ കണ്ടില്ലേ? അത് ഇങ്ങനെ പല ബാൻഡുകളായിട്ട് ഈ സ്ക്രീനിൽ ഇങ്ങനെ പതിയും. അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് തരംഗത്തിൻ്റെ ഒരു സ്വഭാവമാണത്. അതാണ് വേവ് നേച്ചർ. തരംഗം പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ തരംഗം സഞ്ചരിക്കുന്നത്? രണ്ട് തരംഗങ്ങളുണ്ടല്ലോ, ഒരേ വേവ് ലെങ്തുള്ള രണ്ട് തരംഗങ്ങൾ. കാര്യം ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റാണ് രണ്ട് സോഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ വേറൊരു തരംഗവും ഇവിടെ ഉണ്ടാവും. ഈ തരംഗത്തിന് ഇങ്ങനെ ഒരു തരംഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു തരംഗം പൂർണ്ണമാകുന്നത്. അടുത്ത ഒരു തരംഗവും ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ രണ്ട് തരംഗങ്ങൾ പരസ്പരം ഇൻ്റർഫിയർ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഈ തരംഗത്തിൻ്റെ ഈ രണ്ട് തരംഗങ്ങളും ഒരേപോലെ ആയിരിക്കും പോവുക. അതായത് ഇത് മുകളിലേക്ക്, തരംഗത്തിൻ്റെ ഭാഗം മുകളിലേക്ക് പോകുമ്പം ഇത് മുകളിലേക്ക് പോകും. ഇത് രണ്ടും പരസ്പരം ചേരുമ്പോൾ വളരെ വലിയ ഒരു ബ്രൈറ്റ് സ്പോട്ട് അവിടെ ഉണ്ടാകും. എന്നാൽ ഇത് ഡിസ്റ്റൻസ് കൂടുന്തോറും മാറി വരുന്നത് കൊണ്ട് ചില സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു തരംഗം ഇങ്ങനെ പോകുമ്പോൾ അടുത്ത തരംഗം ഇങ്ങനെയായിരിക്കും പോവുക. എന്താണെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ബ്രൈറ്റ് സ്പോട്ടും ഒരെണ്ണത്തിൻ്റെ പീക്കും ഒരെണ്ണത്തിൻ്റെ ട്രഫും ആയിരിക്കും ഒരുമിച്ച് വരിക. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുകയും അവിടെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇടവിട്ട് ഈ ബ്രൈറ്റ് ബാൻഡ്, ഒരു ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക്, അങ്ങനെയുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ ഈ സ്ക്രീനിൽ ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തരംഗമായതുകൊണ്ടാണ്
ഈ തരംഗത്തിൻ്റെ സ്വഭാവമാണ് ഈ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ആ തരംഗത്തിൻ്റെ സ്വഭാവമുള്ളത് കൊണ്ടാണ് ഈ ലൈറ്റ് ഇവിടെ ഈ സ്ക്രീനിൽ ഇതേപോലെയുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കിയത്. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലൈറ്റിൻ്റെ വേവ് നേച്ചർ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് തരംഗമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി തോമസ് യങ് നടത്തിയ ഒരു ലളിതമായ പരീക്ഷണമാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ലൈറ്റിൻ്റെ വേവ് തിയറിയുമായിട്ട് കുറേ മുമ്പോട്ട് പോയി. ഏകദേശം 100 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഈ ലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ തരംഗങ്ങളല്ല, അത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്, അവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ സിദ്ധാന്തം വന്നു. അതിനുശേഷം ലൈറ്റിൻ്റെ ക്വാണ്ടം തിയറിയും കൂടെ വന്നു. അപ്പോഴും ഈ ലൈറ്റ് വേവ് ആണ്, ലൈറ്റിൻ്റെ വേവ് നേച്ചർ തെളിയിക്കുന്ന ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് നിലനിൽക്കുന്നുണ്ട്. ക്വാണ്ടം തിയറി പ്രകാരം എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് വേവ് മാത്രമല്ല, അതിന് കണങ്ങളുടെ സ്വഭാവവും ഉണ്ട്, അതിന് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്. ഒരേ സമയം ഒരു സാധനത്തിന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട്. ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാൻഡ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ വേവ് നേച്ചർ കൊണ്ടാണ്. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതായത് ചില ലോഹങ്ങളിൽ ലൈറ്റ് പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. അതിൻ്റെ കാരണം അതിൻ്റെ ക്വാണ്ടം നേച്ചർ കൊണ്ടാണ് എന്ന് ക്ലിയറായിട്ട് പരീക്ഷണങ്ങളിൽ കൂടെ തന്നെ വ്യക്തമായി. അതിനിടയിൽ ഇലക്ട്രോണുകളെ കണ്ടെത്തിയിരുന്നു. ഈ ഇലക്ട്രോണുകളെ ഒരു അലുമിനിയം ഫോയിലിൽ കൂടെ തുടർച്ചയായി കടത്തിവിട്ടപ്പോൾ, ജെ തോംസൺ കടത്തിവിട്ടപ്പോൾ ഇതേപോലെ തന്നെ ഇതിപ്പം ഒരു അലുമിനിയം ഫോയിൽ ആണെന്ന് വിചാരിക്കുക. ഈ അലുമിനിയം ഫോയിലിലൂടെ തുടർച്ചയായി ഇലക്ട്രോണുകളെ കടത്തിവിട്ടപ്പോൾ അവിടെയും ഇങ്ങനെ ഈ രീതിയിലുള്ള പാറ്റേണുകൾ കണ്ടു. ഇതും തരംഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതിനുശേഷം ലൈറ്റിന് മാത്രമല്ല, ഇലക്ട്രോണിന് ക്വാണ്ടം തലത്തിലുള്ള സബാറ്റോമിക് തലത്തിലുള്ള കണങ്ങൾക്ക് വേവ് നേച്ചറും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ലൈറ്റിന് കണങ്ങളുടെ സ്വഭാവവും കണങ്ങൾക്ക് തരംഗങ്ങളുടെ സ്വഭാവവും ഉണ്ട് എന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അടിസ്ഥാനപരമായ സിദ്ധാന്തം. അങ്ങനെ ഇലക്ട്രോണുകൾക്ക് തരംഗ സ്വഭാവവുമുണ്ട്, ലൈറ്റിന് കണങ്ങളുടെ സ്വഭാവമുണ്ട് എന്ന് ക്ലിയറായിട്ട് തന്നെ പരീക്ഷണങ്ങളിൽ കൂടെ തന്നെ പ്രൂവ് ചെയ്തു. സമാധാനമായി. അങ്ങനെയൊക്കെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് മറ്റൊരു രൂപത്തിൽ വീണ്ടും ഉണ്ടാകുന്നത്. ഇലക്ട്രോണുകളെ ഉപയോഗിച്ച് തന്നെ. ഇപ്പം ഇത് ഡബിൾ സ്ലിറ്റ്, ഇത് ആ സ്ലിറ്റ്, ഇതൊരു സ്ലിറ്റ്, അതായത് ഈ സ്ലിറ്റ്, അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടം വരിക. ഈ ഡബിൾ സ്ലിറ്റിലേക്ക് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ സോഴ്സ്, ഒരു ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇലക്ട്രോൺ പ്രവാഹം ഇതിലേക്ക് ഇങ്ങനെ വിട്ടു. ലൈറ്റ് വിടുന്ന മാതിരി തന്നെ വിട്ടു. സ്വാഭാവികമായി ഒബ്സർവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ സ്ക്രീൻ വെച്ചു, ഒരു ഇലക്ട്രോൺ ഡിറ്റക്ടറാണ്, ഇലക്ട്രോൺ ഡിറ്റക്റ്റിംഗ് സ്ക്രീൻ വെച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഇൻ്റർഫറൻസ് പാറ്റേണുകൾ ഉണ്ടായി. എന്തുകൊണ്ടാണത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു കണമാണ് എന്നതിനോടൊപ്പം തന്നെ അതൊരു തരംഗവുമാണ്, അതിനൊരു തരംഗ സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം അപ്പോഴത്തേക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതവിടെ അതിൻ്റെ തരംഗ സ്വഭാവം കാണിച്ചു. ഇവിടെ ഇൻ്റർഫറൻസ് പാറ്റേണുകൾ ഉണ്ടായി. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൻ്റെ സ്വഭാവം കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ പിന്നെ കളി മാറി. ഈ ഡബിൾ സ്ലിറ്റ്, ഇവിടെ ഒരു സ്ക്രീന്, എന്നിട്ട് ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു സ്ലിറ്റിൽ കൂടെ മാത്രം ഇങ്ങനെ ഇലക്ട്രോണിനെ കടത്തിവിട്ടു. ഒരു ഇലക്ട്രോൺ ഫയർ ചെയ്യും, അടുത്ത ഇലക്ട്രോൺ ഫയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഡിറ്റക്ടറിൽ എങ്ങനെയാണത് പതിയേണ്ടത്? അത് ഒരൊറ്റ സ്പോട്ടിൽ തുടർച്ചയായി ആ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺ ഈ സ്ലിറ്റിൽ കൂടെ കടന്നു വന്ന് ഇവിടെ മാത്രമാണ് അതൊരു സ്പോട്ടായി മാറേണ്ടത്, അല്ലേ? പക്ഷേ സുഹൃത്തുക്കളെ, റിസൾട്ട് കണ്ടപ്പോൾ ലോകം ഞെട്ടിപ്പോയി. ശാസ്ത്രജ്ഞന്മാർ അന്തം വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരേണ്ടതിന് പകരം കൃത്യമായി ഈ രണ്ട് സോഴ്സിൽ കൂടെയും ഒരു ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഈ രണ്ട് സ്ലിറ്റിലൂടെയും ഇലക്ട്രോണുകളെ കടത്തിവിട്ടാൽ എന്ത് റിസൾട്ട് ഉണ്ടാകുമായിരുന്നോ അതേ റിസൾട്ട് ഇങ്ങനെ ഇൻ്റർഫറൻസ്
പാറ്റേണുകളാണ് ഈ സ്ക്രീനിൽ കണ്ടത്, ഈ ഡിറ്റക്ടറിൽ കണ്ടത്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ നടക്കും? കാര്യം ഇതിലെ കൂടെ ഇലക്ട്രോണിനെ വിട്ടിട്ടില്ല, ഇതുവഴി ഇലക്ട്രോൺ പോയിട്ടില്ല. പക്ഷേ ഇതുവഴി ഇലക്ട്രോൺ പോയാൽ എങ്ങനെ ഇരിക്കുമോ അതേപോലെ തന്നെ റിസൾട്ടും ഇവിടെ കിട്ടി. ഞെട്ടിപ്പോയി. ഇതെന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം ഇത് ഒരേ സമയം ഇതുവഴി പോകുന്ന ഇലക്ട്രോൺ ഒരേ സമയം ഇവിടെയും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. കാര്യം ഇതുവഴിയും ഇലക്ട്രോണുകൾ പോയാൽ മാത്രമേ ഇങ്ങനെ ഒരു റിസൾട്ട് ഇവിടെ കിട്ടുകയുള്ളൂ. ഇതുവഴി പോകാതിരിക്കുകയും എന്നാൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഇതുവഴിയും ഇലക്ട്രോണുകൾ പോയിട്ടുണ്ട്, നമ്മൾ വിട്ടിട്ടില്ല, പക്ഷേ ഇലക്ട്രോൺ പോയിട്ടുണ്ട്. അതെങ്ങനെ പോകും? അതിന് ഒറ്റ അനുമാനമേ ഉള്ളൂ. ഈ ഇലക്ട്രോണ്, ഇതുവഴി പോകുന്ന ഇലക്ട്രോൺ ഒരേ സമയം ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. ഇങ്ങനെയുണ്ട്. ഭ്രാന്തായോ? വട്ടുപിടിച്ചോ? നിക്ക്. വട്ടുപിടിക്കാൻ ഇനിയും സമയമുണ്ട്. അടുത്തതൂടെ കേൾക്കുമ്പോൾ നട്ടപ്രാന്താകും. ഇതാ കണ്ടോ, ഇത് ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് നാശമായി. ഇങ്ങനെയൊന്ന് പിടിക്കണമല്ലോ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. ഇതുവഴി കടന്നു പോകുന്ന ഇലക്ട്രോണിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്നറിയാൻ ഇവിടെയും ഇവിടെയും ഇലക്ട്രോണിനെ, ഈ ഫ്ലോയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ട 2 ഡിറ്റക്ടറുകൾ വെച്ചു. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. CCTV ക്യാമറകളൊക്കെ വെക്കുന്ന മാതിരി 2 ഡിറ്റക്ടറുകളെ വെച്ചു. ഇത് വെച്ച് കഴിഞ്ഞ് വീണ്ടും വിട്ടു. ഇതേപോലെ തന്നെ ഒരൊറ്റ സ്ലിറ്റിൽ കൂടെ മാത്രം ഇലക്ട്രോണിനെ വിട്ടു. അപ്പം റിസൾട്ട് എന്തായിന്നറിയുമോ? അപ്പം റിസൾട്ട് ഇതാ ഇതുപോലെയായി. ഈ ഇലക്ട്രോണുകൾ നല്ല കുട്ടികളായി ഇതാ ഇതുവഴി മാത്രം പോയി ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത്. ഈ ഡിറ്റക്ടറുകൾ ഓഫ് ചെയ്തു, അതിനെ അങ്ങ് മാറ്റി, വീണ്ടും ഇത് ചെയ്തു. അപ്പോൾ ദാ കിടക്കുന്നു, ദാ ഇങ്ങനെ വരുന്നു. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോണിനെ നിരീക്ഷിച്ച്, ഈ ഇലക്ട്രോൺ ഫ്ലോയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മര്യാദയ്ക്ക് പോയി എന്താണോ പ്രതീക്ഷിച്ചത് അതേപോലെ സംഭവിക്കും. ഇതിനെ ഒബ്സർവ് ചെയ്തില്ല എങ്കിൽ അതിന് തോന്നിയ മാതിരി പോയി ഇതാ ഇങ്ങനെയും സംഭവിക്കും. അതായത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവൻ കണങ്ങളുടെ സ്വഭാവവും കാണിക്കും, ഒബ്സർവ് ചെയ്യാത്തപ്പോൾ വേവിൻ്റെ സ്വഭാവവും കാണിക്കും. അപ്പം ഇവരെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് ഈ ഇലക്ട്രോൺ എങ്ങനെ മനസ്സിലായി? ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ആരോ എന്നെ നോക്കുന്നുണ്ട് എന്നതിന് മനസ്സിലായോ? എന്താ സുഹൃത്തുക്കളെ ഈ നടക്കുന്നതൊക്കെ? ഇതെന്താ? ഇതാണ് ഞാൻ പറഞ്ഞത്, നട്ടപ്രാന്തായി പോവും അവസാനം എത്തുമ്പോഴേക്കെന്നുള്ളത്. അതായത് ചില നഴ്സറി കുട്ടികളെ പോലെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ ക്ലാസ്സിൽ ഉണ്ട് എങ്കിൽ അവർ അടങ്ങി അവിടെ ഇരിക്കും, ടീച്ചർ ക്ലാസ്സിൽ ഇല്ല എങ്കിൽ അവർ തോന്നുന്ന പോലെ നടക്കും എന്ന് പറഞ്ഞ പോലെ ഇവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവർ മര്യാദയ്ക്ക് പോവുകയും ചെയ്യും. ഒബ്സർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ അലങ്കോലമായി പാറ്റേണുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ വേവായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്യാത്ത ഒരവസ്ഥയിൽ ഈ ഇലക്ട്രോൺ ഒരേ സമയം ഇവിടെയും ഇവിടെയും ഉണ്ടാകും. ഇതിനെയാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല, അതേസമയം അതിനെ ഒബ്സർവ് ചെയ്താൽ അന്നേരം അത് മാറും. ഇവിടെ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ഒബ്സർവർ എന്ന് പറയുന്ന ഒന്നില്ല എങ്കിൽ ഈ ലോകം ഇങ്ങനെയല്ല. ഒബ്സർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്. നാം ഇങ്ങനെയൊന്നും അല്ലല്ലോ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു കോമൺ സെൻസ് എന്താണ്? ഞാൻ ഒബ്സർവ് ചെയ്താലും ഇല്ലെങ്കിലും ഈ കണ്ണടയുടെ കവർ ഇവിടെ തന്നെ ഉണ്ടാകും, ഇല്ലേ? ഞാനിത് നോക്കിയാലും ഇല്ലെങ്കിലും അത് ഇവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ ഞാനിവിടെ നോക്കുമ്പോൾ മാത്രം ഇവൻ ഇവിടെ ഇരിക്കുകയും നോക്കാത്തപ്പോൾ ഇവൻ ഒരേ സമയം ഇവിടെയും എൻ്റെ വീട്ടിലും ഇരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. ആണോ? സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അതാണ് സുഹൃത്തുക്കളെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ ലോജിക്ക് കൊണ്ട് നമുക്ക് വിലയിരുത്താനാവില്ല. ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന അവസ്ഥ ഇന്നുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് തൃപ്തികരമായി വിശദീകരിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇനിയുള്ള കാലത്ത് എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും.
പക്ഷേ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥ സത്യമാണ് എന്ന് 100 വർഷം മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 100 വർഷം കഴിഞ്ഞപ്പോഴും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അറിയില്ല. അതായത് ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഇതൊരു കുമ്പിടിയാണ്. ഇവിടെയും കണ്ടു, അവിടെയും കണ്ടു. പൂർണ്ണമായി മനസ്സിലായി കാണില്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഭ്രാന്തായി കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് പൂർണ്ണമായി മനസ്സിലായോ എന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വലിയ കൺഫ്യൂഷനിൽ എത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നട്ടഭ്രാന്ത് പിടിച്ചു പോകും. പക്ഷേ രസകരമല്ലേ ഇത്? ഈ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ഇർവിൻ ഷ്രോഡിഞ്ചറിനും ആൽബർട്ട് ഐൻസ്റ്റീനും ഒന്നും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷ്രോഡിഞ്ചർ വളരെ പരിഹാസത്തിൻ്റെ രൂപത്തിൽ, വളരെ സർക്കാസ്റ്റിക്കായിട്ട് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് അവതരിപ്പിച്ചു. റിയൽ എക്സ്പെരിമെൻ്റ് അല്ല കേട്ടോ, തോട്ട് എക്സ്പെരിമെൻറ്റ്. അതാണ് ഷ്രോഡിഞ്ചർ ക്യാറ്റ് എന്ന് പറയുന്നത്. അതിനെ ഒരു പൂച്ചയെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് അത് പൂച്ചയായത്, ഷ്രോഡിഞ്ചർ ക്യാറ്റായത്. ഒരു മുയലിനെ എടുത്തിരുന്നെങ്കിൽ ഷ്രോഡിഞ്ചർ റാബിറ്റ് ആകുമായിരുന്നു. ഒരു പശുവിനെ എടുത്തിരുന്നെങ്കിൽ ഷ്രോഡിഞ്ചർ കൗ ആകുമായിരുന്നു. ഇവിടെ പൂച്ചയെയാണ് എടുത്തത്, അതുകൊണ്ട് ഷ്രോഡിഞ്ചർ ക്യാറ്റ്. സിമ്പിളാണത്. ആ തോട്ട് എക്സ്പെരിമെൻ്റ് വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഒരു പൂച്ചയെ ഒരു പെട്ടിക്കകത്ത് ഭദ്രമായിട്ട് അടച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നു. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതിൽ നിന്ന് ഈ ആൽഫ ബീറ്റ പാർട്ടിക്കിളുകൾ പുറത്തു വന്ന് കുറേശ്ശെ അതില്ലാതാവുന്നതാണ് റേഡിയോ ആക്റ്റീവ് ഡീകെ. ഈ ഡീകെ ഉണ്ടാകാം, ഇല്ലാതാകാം. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. അതിനോട് കണക്ട് ചെയ്ത് ഒരു ഹാമർ വെച്ചിരിക്കുന്നു. ആ ഹാമറിൻ്റെ താഴെ കുറച്ച് വിഷവാതകം നിറച്ച ഒരു കുപ്പി വെച്ചിരിക്കുന്നു. ഈ ഡീകെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഹാമർ പ്രവർത്തിക്കുകയും ഈ ചുറ്റിക പ്രവർത്തിച്ച് ഈ വിഷവാതകം നിറച്ചിരിക്കുന്ന കുപ്പി പൊട്ടിക്കുകയും ആ വിഷവാതകം പുറത്തു വരികയും ആ പൂച്ച ചാവുകയും ചെയ്യും. അപ്പോൾ അടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പെട്ടിക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഈ ഡീകെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഈ വിഷവാതകം പുറത്തു വരാം, പുറത്തു വരാതിരിക്കാം. ആ പൂച്ച ചാകാം, ചാകാതിരിക്കാം. എന്നാൽ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ സൂപ്പർ പൊസിഷൻ റിസൾട്ട് പ്രകാരം എന്താണ്? ഒരേ സമയം ആ പൂച്ച അതിൻ്റെ അകത്ത് ചാവുകയും ചെയ്യും, ജീവിച്ചിരിക്കുകയും ചെയ്യും. ഒരേ സമയം പൂച്ച ജീവനോടെയും ജീവനല്ലാതെയും ഇരിക്കും. എന്നാൽ നമ്മളത് ഒബ്സർവ് ചെയ്യുന്ന നിമിഷം, പെട്ടി തുറന്ന് നോക്കുന്ന നിമിഷം ആ സൂപ്പർ പൊസിഷൻ ഇല്ലാതാവുകയും ഒന്നുകിൽ പൂച്ച ചത്ത് കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ പൂച്ച പുറത്തേക്ക് ചാടുകയും ചെയ്യും. ഇതാണ് ആ തോട്ട് എക്സ്പെരിമെൻറ്റ്. ഇത് നടക്കുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഷ്രോഡിഞ്ചറും ഐൻസ്റ്റീനുമൊക്കെ ഈ സൂപ്പർ പൊസിഷൻ തിയറിയെ എതിർത്തത്. പക്ഷേ ആ തിയറിക്ക്, ആ തോട്ട് എക്സ്പെരിമെൻറ്റിന്, ആ ചിന്താ പരീക്ഷണത്തിന് വലിയ പ്രചരണം ലഭിക്കുകയും അങ്ങനെ സംഭവിക്കാം എന്ന് തന്നെ ശാസ്ത്രലോകം വിലയിരുത്തുകയും ചെയ്തു. അത് കോപ്പൻഹേഗൻ ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഖ്യാതമാണത് ശാസ്ത്രലോകത്തിലെ. ഇതാണ് ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിളിന് ഒരേ സമയം പല ഭാഗത്ത് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കത് കഴിയുമോ, മനുഷ്യർക്കത് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല. കാര്യം ഇതൊക്കെ ക്വാണ്ടം ലെവലിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. ക്വാണ്ടം ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് തീരെ സബാറ്റോമിക് ലെവൽ, ഇലക്ട്രോൺ, ക്വാർക്ക്, ആ ലെവലിൽ നടക്കുന്നതാണ്. അല്ലെങ്കിൽ വളരെ സ്ഥൂലമായ ഗാലക്സികളിൽ പ്രകാശവർഷങ്ങൾ വലിപ്പമുള്ളിടത്ത് നടക്കുന്നതാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ, സാധാരണ ലോജിക്കുകളിൽ ഇതൊന്നും നടക്കില്ല. എങ്കിലും നാം ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി ഈ ക്വാണ്ടം ലെവലിലുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതുകൊണ്ടൊക്കെ ഇതും നമുക്കും ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ ബാധകമാണ്. ആ ക്വാണ്ടം ലെവലിലേക്കൊരു മാനസികാവസ്ഥ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം ഇവിടെയും അവിടെയും ഇവിടെയും വേണമെങ്കിൽ ഇരിക്കാൻ കഴിയും എന്ന് ഈ ഷ്രോഡിഞ്ചർ ക്യാറ്റ് എന്ന് പറയുന്ന ചിന്താപരീക്ഷണത്തിൻ്റെ ലോജിക്കിലൂടെ ചിന്തിച്ചാൽ അത് സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ 100-100 വർഷമായി ഈ പാർട്ടിക്കിൾ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ് ഒക്കെ ചിന്തിക്കുന്നതും സഞ്ചരിക്കുന്നതും. അല്ലാതെ
100% നമ്മുടെ യുക്തിക്ക് വഴങ്ങുന്ന, വായിലിട്ടാൽ പഞ്ചസാര മിഠായി പോലെ അലിഞ്ഞു പോകുന്ന യുക്തിവാദത്തിൻ്റെ ലോകത്തല്ല ഇന്ന് ശാസ്ത്രം ജീവിക്കുന്നത്. ഇന്നെന്നല്ല, കഴിഞ്ഞ 100 വർഷമായി ശാസ്ത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ വീഡിയോയിലെ സബ്ജക്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല. എങ്കിലും ശാസ്ത്ര കുതുകികൾ ഇത് ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.